അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരുപാട് മരണങ്ങൾ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ഉറ്റവരിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന്, പ്രായം ചെന്നവർ, യുവാക്കൾ, മക്കൾ, ഇങ്ങനെ പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രായമുള്ളവർ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാം ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ എത്ര കാലമാണോ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജീവിക്കുന്ന കാലം അത്രയും സുഹൃതങ്ങൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത്, നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാർ പറഞ്ഞത് കാണാം, ഈ ദുനിയാവിൽ നമ്മൾ യാത്രികന്മാരാണ്, യാത്ര ചെയ്യുന്നവരാണ്. തസവ്വദ് മിനദ്ദുനിയാ ഫഇന്നക റാഹിലുൻ വസാരി ഗൈറൽ ഖൈറാത്തി ഫീമൻ യുസാരിഉ ഫമൽ മാലു വൽ അഹ്ലൂന ഇല്ലാ വദിഅതുൻ വലാ ബുദ്ദ യൗമൻ ലാ തുറദ്ദുൽ വദായിഉ തസവ്വദ് മിനദ്ദുനിയാ ഫഇന്നക റാഹിലുൻ. ഈ ദുനിയാവിൽ നീ ഒരു യാത്ര ചെയ്യുന്നവനാണ്. നീ ഭക്ഷണം റെഡിയാക്കണം, ഭക്ഷണം നീ തയ്യാർ ചെയ്യണം. വസാരി ഗൈറൽ ഖൈറാത്തി ഫീമൻ യുസാരിഉ. ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യുന്ന, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സുഹൃതങ്ങൾ ചെയ്യുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന, ദിക്റിലായി, സ്വലാത്തിലായി, ദാനധർമ്മങ്ങളിലായി ജീവിക്കുന്നവരുണ്ടാകും. കൃത്യമായി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടാകും. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടാകും. വസാരി ഗൈറൽ ഖൈറാത്തി ഫീമൻ യുസാരിഉ. അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന, സുഹൃതങ്ങൾ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമായി അത് കണ്ടുകൊണ്ടെങ്കിലും അവരോട് ചേർന്ന് നിന്ന്, അവരോട് ഓരം പറ്റി നമ്മളും ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വരും. നല്ല ക്ഷമയോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെയുള്ള ജീവിതം വേണമെങ്കിൽ ക്ഷമയോടുകൂടെ യജമാനനായ റബ്ബിന് തഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കണം. ഫമൽ മാലു വൽ അഹ്ലൂന ഇല്ലാ വദിഅതുൻ വലാ ബുദ്ദ യൗമൻ ലാ തുറദ്ദുൽ വദായിഉ. നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തൊക്കെ അത് സൂക്ഷിപ്പ് സ്വത്താണ്. വലാ ബുദ്ദ, കൂടാതെ കഴിയൂല, നിർബന്ധമാണ്. യൗമൻ ലാ തുറദ്ദുൽ വദായിഉ. ഈ സൂക്ഷിപ്പ് സ്വത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. എപ്പോഴാണോ നമ്മോട് ആവശ്യപ്പെടുന്നത്, എപ്പോഴാണോ നമ്മോട് ചോദിക്കുന്നത്, ആ സമയത്ത് നമ്മൾ ഇതെല്ലാം ഇട്ടേച്ചു പോകേണ്ടി വരും, ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം ധന്യമാക്കി, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ സമ്പത്തും മക്കളൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. സമ്പത്തും മക്കളൊക്കെ ദുനിയാവിൻ്റെ സൗന്ദര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. മക്കളെ കൊണ്ട് അഹങ്കരിക്കാൻ, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാൻ, തറവാട് കൊണ്ട് അഹങ്കരിക്കാൻ ഒരു അവകാശവും നമുക്കില്ല. മഹാനരായ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ അനുഗ്രഹങ്ങളും സമ്മേളിച്ച മഹാനരല്ലേ. മഹാനവറുകൾ പറഞ്ഞത് ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. സുലൈമാൻ നബിയുടെ പവറല്ല. എല്ലാ അനുഗ്രഹങ്ങളും യജമാനനായ റബ്ബിൽ നിന്നാണ്.
ആ നിഅമത്തുകൾക്കനുസരിച്ച് അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി ചെയ്യുന്നവരായി, സുഹൃതങ്ങൾ ചെയ്യുന്നവരായി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അതെ, നിങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ കടന്നു വന്നവരാണ്. നിങ്ങൾക്ക് കേൾവി ശക്തിയും സംസാരശേഷിയും എല്ലാം നമ്മൾ നൽകിയത് ലഅല്ലകും തസ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ലത് ചിന്തിച്ച്, നല്ലത് പറഞ്ഞ്, നല്ലത് പ്രവർത്തിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ യജമാനനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി റബ്ബേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അഫ്വ നൽകണേ അല്ലാ, വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഏത് സമയത്താണ്, എപ്പോഴാണ് ഈ ദുനിയാവിൽ നിന്ന് ഭാര്യയെ വിട്ട്, ഭർത്താവിനെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, മക്കളെ വിട്ട് യാത്ര പോകേണ്ടതെന്നറിയുള്ള നല്ല മരണം തരണേ റബ്ബേ. നല്ലത് ചിന്തിക്കുന്ന, നല്ലത് പറയുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളെ നീ മൗത്താക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.